വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനാവുമെന്ന പ്രതീക്ഷയിലും ആശ്വാസത്തിലുമാണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതർ. മുഖ്യമന്ത്രി നാളെ ടൗൺഷിപ്പിന് തറക്കല്ലിടുമ്പോൾ പുനരുജ്ജീവനത്തിന്റെ പുതിയ പാത കൂടി അവരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. പങ്കെടുക്കും. എല്ലാവരും വരാതിരിക്കുകയില്ല. ദുരന്തഭൂമിയിൽ നിന്നും പാതി ജീവനായും ഉടുവസ്ത്രം മാത്രമായും ആശുപത്രികളിലും ക്യാമ്പുകളിലും എത്തിയവർ, അവർക്ക് അന്നും ഇന്നും കൈത്താങ്ങായി സർക്കാരും സമൂഹവും. അവർക്കത് കഴിഞ്ഞ കാലത്തിന്റെ ഇരുളോർമ്മകളാണ്. അവിടെ നിന്നും വേച്ചു നടന്ന് താൽക്കാലികാശ്വാസമായി വാടക വീടുകൾ. ദുരിതക്കടൽ കടന്ന് കുഞ്ഞു സ്വപ്നങ്ങൾ മുളപൊട്ടുമ്പോൾ സർക്കാർ ഇരുകൈയും നീട്ടി അവരെ സ്വീകരിക്കുകയാണ് സ്വന്തം വീട്ടിലേക്ക്. നാളെ മാർച്ച് 27 അവരുടെ സ്വപ്ന ഭവനങ്ങളുടെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഏറെ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് സോമനും വിജയനും കുടുംബാംഗങ്ങളും. ടൗൺഷിപ്പിനായി കാത്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. പരിപാടി പങ്കെടുക്കും. വളരെ സന്തോഷമുണ്ട്. നാളെ പങ്കെടുക്കും. സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടർ ഭൂമിയിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലേക്ക് ഒന്നാം ഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട 170 പേർ സമ്മതപത്രം നൽകിക്കഴിഞ്ഞു. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിലാണ് വീട് നിർമ്മിക്കുക. പ്രധാന മുറി, 2 മുറികൾ, സിറ്റ് ഔട്ട്, ലിവിംഗ്, സ്റ്റഡി റൂം, ഡൈനിങ്, അടുക്കള, സ്റ്റോർ എന്നിവ ഉൾപ്പെടുന്ന വീടുകൾ. ടൗൺഷിപ്പിന്റെ ഭാഗമായി ആരോഗ്യ കേന്ദ്രം, ആധുനിക അങ്കണവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ എന്നിവ നിർമ്മിക്കും. ടൗൺഷിപ്പിൽ ലഭിക്കുന്ന പട്ടയം 12 വർഷത്തേക്ക് കൈമാറാൻ പാടില്ലെന്നാണ് വ്യവസ്ഥ. പാരമ്പര്യ കൈമാറ്റം ആവാം. അധികം വൈകാതെ വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് മാറാമെന്ന ആശ്വാസത്തിലാണ് ദുരിത ബാധിതർ. ദുരന്തബാധിതരെ കൈപിടിച്ചുയർത്തും. അവരെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കും. അതിവിടെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തന്നെയായിരിക്കും. ഇതാണ് സർക്കാർ നയം. കൽപ്പറ്റയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം PV ജോഷില.